അപ്പോഴേ ശരത്തിന് മനസ്സിലാവൂ പാടത്ത് പണിയെടുത്താൽ വരമ്പത്താ കൂലിന്ന്. ഇതിലേ നമ്മളാ പിന്നിലെന്ന് ശരത്തൊരിക്കലും ചിന്തിക്കാൻ സാധ്യതയില്ലല്ലോ. എന്തിനു ചിന്തിക്കണം നെത്തി? അല്ല, ഫോൺ ചെയ്ത് നട്ട് ഇഷ്ടമാണെന്നൊക്കെ എടുത്ത് ചോദിച്ചില്ലേ? ആ, അതും ഈ അപകടവും തമ്മില് ശരത്ത് കണക്ട് ചെയ്താലോ? ചെന്നിയ ചേട്ടെ, അവർക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാനുള്ള അവകാശം ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണക്കിന് നമ്മളാ ഇതിന്റെ പിന്നിലെന്ന് ചിന്തിക്കുന്നത് തന്നെയാ നമുക്ക് നല്ലത്. ഒരു പേടി ഉണ്ടാവുന്നത് നമുക്ക് ഗുണം ചെയ്യുള്ളൂ. അല്ല, അതോ അച്ഛൻ പറഞ്ഞ പോലെ ശരത്തിന്റെ ഉള്ളിലെ പക ആളി കത്തിക്കോ? ഓ, എന്തായാലും എനിക്ക് പ്രശ്നമില്ല. എന്ത് നേരിടാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത്. ഞാനും. ശരത്ത് വീണിട്ടെ ഇനി നമ്മൾ വിശ്രമിക്കും. അതെ, അതിലിനി മാറ്റമൊന്നുമില്ല. കഴിക്കേ. എന്താ ദേഷ്യപ്പെടല്ലേ? ഭക്ഷണം അടുക്കളയിൽ ഇരിപ്പുണ്ടെന്ന് പറയാൻ വിളിച്ചതാ. കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചോളണം, പിന്നെ മരുന്നും. അതൊക്കെ എനിക്കറിയാം, ഒന്നും ഓർമ്മിപ്പിക്കണമെന്നില്ല. ഏട്ടന് ഞങ്ങളോട് ദേഷ്യം കാണുമെന്നറിയാം. ഏട്ടനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോയതല്ലെന്നറിയാലോ. അക്ഷര എത്ര തവണ വിളിച്ചതാ കൂടെ ചെല്ലാൻ. ഏട്ടൻ തന്നെയല്ലേ പോവാതിരുന്നത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. എന്നെ ആരും ഗുണദോഷിക്കാൻ വരണ്ട. ഈ വാശിയാ ഏട്ടൻ കളയേണ്ടത്. വാശി കൊണ്ട് ഏട്ടൻ എന്താ നേടിയത്? കുറെ കടങ്ങളല്ലാതെ. ഇപ്പൊ ഏതാണ്ട് തനിച്ചാവുകയും ചെയ്തു. ഏട്ടന്റെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാ ആരും അടുക്കാത്തത്. അല്ലാതെ ഏട്ടനോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ദേഷ്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഇത് പറയാനാണോ നീ ഇപ്പൊ വിളിച്ചത്? അല്ല, ഏട്ടൻ എത്രയും വേഗം അക്ഷരയോടൊപ്പം പോണം. ഞാൻ വിളിച്ചു പറയാം അവളോട്. അവര് വന്ന് കൊണ്ടുപോക്കോളും. എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചില കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. എന്നാലും ജയശങ്കർ ഇപ്പോഴും പഴയ ജയശങ്കർ തന്നെയാ. ഏട്ടാ, തങ്കച്ചി കുഴപ്പക്കാരിയാ. അവരിറക്കി വിടുമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടും. ഇറക്കി വിട്ടോട്ടെ, ഞാനത് സഹിച്ചോളാം. ഞാൻ തെറ്റ് ചെയ്തതാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ അത് ഞാൻ തന്നെ അനുഭവിച്ചോളാം. ഏട്ടന് തോന്നുന്നുണ്ടോ ഏട്ടൻ ഈ കാണിക്കുന്നത് ശരിയാണെന്ന്? തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമില്ല. എന്തെങ്കിലും പറ്റുമ്പോ സഹായിക്കാൻ ആരെങ്കിലും വന്നാ അവരോട് സഹകരിക്കണം. ഏട്ടൻ അത് ചെയ്യുന്നുണ്ടോ? പറഞ്ഞല്ലോ, എന്നെ ഉപദേശിക്കണ്ട. പ്രായത്തിലൊക്കെ ആയില്ലേ, ഇനി ഞാൻ നന്നാവില്ലെന്ന് കരുതിയാൽ മതി. നിനക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഫോൺ വെച്ചോളൂ. മമ്മയ്ക്കപ്പോ വിഷമമൊക്കെ ഉണ്ടല്ലേ? അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? കൂടപ്പറപ്പല്ലേ, ഏട്ടനല്ലേ. വയസ്സാം കാലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നെന്ന് ഓർക്കുമ്പോ നല്ല സങ്കടം തോന്നുന്നുണ്ട്. അല്ല, തെറ്റ് ഏട്ടന്റെ ഭാഗത്ത് തന്നെയാ. അക്ഷരയടക്കം എല്ലാവരും ഏട്ടനെ സഹായിക്കാൻ തയ്യാറായിരുന്നു. സമ്മതിക്കാതിരുന്നത് ഏട്ടൻ തന്നെയാ. അങ്കിൾ എന്തിനാ ഈ വാശി കാണിക്കുന്നേ? സ്വയം തോക്കുന്നല്ലാതെ ഇതുകൊണ്ട് എന്താ ഗുണം? അത് നിനക്ക് മനസ്സിലായി, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഏട്ടന് മനസ്സിലാവണ്ടേ? ആ,
ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോ എല്ലാം എല്ലാവർക്കും മനസ്സിലാവും. മമ്മ, ഞാൻ പോയെന്ന് കാണണോ അങ്കിളിനെ? എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിക്കണ്ട മോനെ. നിന്നെ ഈ അവസ്ഥയെ കണ്ടാ അടിച്ചിറക്കും ഏട്ടൻ. ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്കിളിനെ, എനിക്കതിന് പറ്റും. നിന്റെ ഹെൽപ്പ് ഏട്ടന് വേണ്ടെങ്കിലോ? മിണ്ടാതെ എവിടെ ഇരുന്നു. അത് ഞാൻ മമ്മയുടെ ഈ സങ്കടം കണ്ടപ്പോ, അല്ലാതെ വേറൊന്നുമല്ല. എന്ത് ചെയ്യാനാ, പറഞ്ഞ അനുസരണയില്ലല്ലോ. കാലം കണക്ക് ചോദിക്കുന്ന അമ്മ. കാലം ഇടപെടാൻ തുടങ്ങിയ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തലകുനിച്ച് നിന്ന് കൊടുക്കാം, അത്രേ പറ്റൂ. ഏട്ടനെ നശിപ്പിക്കുന്നത് ആ ഒറ്റ ഒരുത്തനാ, സ്വാമി. സ്വാമി മാത്രം കുറ്റം പറയല്ലേ മമ്മ. എല്ലാം അങ്കിൾ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ. സ്വാമിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം അങ്കിളിനുണ്ടാവും. അതുകൊണ്ടല്ലേ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഒരു വശത്തോടെ ഓർക്കുമ്പോ സങ്കടം തോന്നും, മറുവശം നോക്കുമ്പോ ദേഷ്യം. ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏട്ടൻ തന്നെ സൃഷ്ടിച്ചതാ. എന്നിട്ടും താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന മട്ടിലാ പെരുമാറുന്നത്. അത് കാണുമ്പോഴാ പെരുത്ത് കയറുന്നേ. ആ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവുമായിരിക്കും. ശരിയാവാതെ എവിടെ പോവാൻ? ആ, തനിക്ക് സാറിനെ വിളിക്കായിരുന്നില്ലേ? വിളിച്ചാ ഡാഡി എടുക്കില്ല, പിന്നെ എന്തിനാ വിളിക്കുന്നേ? എന്നാലും അന്വേഷിക്കാതിരിക്കുന്ന മോശമല്ലേ? വയ്യാത്ത ആളല്ലേ, അതും ഒറ്റയ്ക്ക്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, എന്നാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് വിളിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഡാഡി ഫോൺ എടുക്കില്ലെന്ന്. ഒടുക്കത്തെ വാശിയല്ലേ, അത് മാറിയല്ലേ ഡാഡി രക്ഷപ്പെടും. അക്ഷര,